Hello dear friends, welcome to RJ's Physics classes. Laws of motion, first yearലെ സുന്ദരമായ ഒരു ടോപ്പിക്. ലോസ് ഓഫ് മോഷനിലെ കുറച്ച് വീഡിയോസ് നമ്മൾ കണ്ടു. ആ ഏരിയാസ് ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ ലോസ് ഓഫ് മോഷൻ എന്ന സുന്ദരമായ ഏരിയയിലൂടെ നമ്മളുടെ AC വോൾവോ ബസ് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ബുക്കും പെന്നൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ, എഴുതാൻ റെഡിയായി, ഫിസിക്സിലെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ റെഡിയായി, അതിനേക്കാൾ കൂടുതൽ ആ കോൺസെപ്റ്റുകൾ എൻജോയ് ചെയ്യാൻ റെഡിയായി നമ്മുടെ യാത്ര നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ഈ വീഡിയോയിലൂടെ നമുക്ക് വളരെ സ്മൂത്തായി, വളരെ ഉഷാറായി, ഇഷ്ടത്തോടു കൂടി സഞ്ചരിക്കാം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, മോഷൻ ഓഫ് കണക്റ്റഡ് സിസ്റ്റം എന്നുള്ളതിൽ 2 മാസുകൾ ഒരു പുള്ളീൻ്റെ മുകളിൽ സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കേസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഓക്കെ, ഇനി ഇവിടെ ഉള്ളത് 2 മാസുകൾ തന്നെയാണ്, പക്ഷെ അറേഞ്ച്മെൻറ്റ് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു മാസ് ഈ ടേബിളിൽ നിൽക്കുകയാണ്, രണ്ടാമത്തെ മാസ് ഇവിടെ സസ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ഇതിൻ്റെ മുകളിൽ M2G എന്ന് പറഞ്ഞിട്ട് താഴേക്കൊരു ഫോഴ്സ് ഉണ്ടാവും. ഇത് ആ ടേബിളിലാണ് നിൽക്കണമെന്നുള്ളതുകൊണ്ട് അവിടെ M1Gക്ക് സ്കോപ്പില്ല, കാരണം അതിനെ ആ ടേബിൾ താങ്ങിക്കോളും. ഇത് ഈ സ്ട്രിങ് ആണ് താങ്ങണത് M2നെ, M1നെ സ്ട്രിങ് അല്ല താങ്ങണത്, പകരം ആരാണ്? ആ ടേബിളാണ്. ഓക്കെ, സോ ഇവിടുത്തെ കേസിൽ ഇങ്ങനെ ടെൻഷൻ T, ഇങ്ങനെ ടെൻഷൻ T. ഓക്കെ, ഇനി നോക്കുക, ഒന്നാമത്തെ കേസിൽ ഇക്വേഷൻ എന്താ വരിക? M1T ഈക്വൽ ടു M1A or T equal to M1A. M1T അല്ല, T equal to M1A. ഓക്കെ, രണ്ടാമത്തെ കേസിൽ M2G minus T equal to M2A. M2G minus T equal to M2A. ഈ 2 ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ T മൈനസ് T കട്ട് ചെയ്ത് പോവും. M2G ഈക്വൽ ടു M1 plus M2 into A. So A എന്നുള്ളതിൻ്റെ ആൻസർ കിട്ടും M2G by M1 plus M2. ഇതാണ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. ഇനി ടെൻഷൻ്റെ ഇക്വേഷൻ എന്താ വെച്ചാൽ വെരി സിമ്പിൾ. T എന്ന് പറഞ്ഞാൽ M1A അല്ലേ, A കാണുന്നിടത്ത് തന്നെ കൊടുത്താൽ പോരെ. സോ വി വിൽ ഗെറ്റ് ദി ആൻസർ M1 M2G divided by M1 plus M2. Tension is equal to M1 M2G divided by M1 plus M2. പറഞ്ഞ ലോജിക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ M2G ഡിവൈഡ് ബൈ M1 plus M2. ടെൻഷൻ്റെ ഇക്വേഷൻ M1 M2G ഡിവൈഡഡ് ബൈ M1 plus M2. ഐഡിയ ക്ലിയർ? കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത കേസ് വരുന്നത് ഒരു പുള്ളി, ഈ പുള്ളീൻ്റെ മുകളിൽ 2 മാസുകൾ ഇവിടെ ഒരു മാസും. ഓക്കെ, ഇവിടെ 2 മാസുകൾ, ഇവിടെ ഒരു മാസും, ഇങ്ങനെയാണ് വെച്ചെണ്ണെന്ന് വിചാരിക്കാം. ഇതിൽ ഇവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 5 കിലോ, 3 കിലോ, 12 കിലോ. ഓക്കെ, 5 കിലോ, 3 കിലോ, 12 കിലോ. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? ഓക്കെ, കണ്ടാൽ തന്നെ അറിയാലോ, ഈ മാസ് താഴേക്കാണ് മൂവ് ചെയ്യുക, ഇത് മുകളിലേക്കാണ്. നമുക്കറിയാം ഒരു സ്ട്രിങ്ങിന്, ഒരു പുള്ളിക്ക് ഒരു ആക്സിലറേഷനേ ഉള്ളൂ, ഒരു സ്ട്രിങ്ങിന് ഒരു ടെൻഷൻ. പക്ഷേ ഇത് രണ്ടാമത്തെ സ്ട്രിങ് ആണ്, അതിന് രണ്ടാമത്തെ ടെൻഷൻ. ഓക്കെ, ഇവിടുത്തെ ടെൻഷനെ നമുക്ക് T' എന്ന് കൊടുക്കാം. ഇത്രയും വാല്യൂസ് കണ്ടുപിടിക്കലാണ് നമ്മളുടെ ആവശ്യം. ഒരു സ്ട്രിങ്ങിൻ്റെ കേസ് നമ്മൾ മര്യാദയ്ക്ക് പഠിച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, ഒരു സ്ട്രിങ്ങിൻ്റെ കേസ് നമ്മൾ കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ബാക്കി ഏത് കേസ് ചോദിച്ചാലും നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും എന്നുള്ളതാണ്.
നോക്കാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഏത് കണക്റ്റഡ് ബോഡീൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരണതെങ്കിലും ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ കിട്ടാൻ നോക്കുക, ഇവിടെ 12 കിലോ, സോ താഴേക്ക് വരുന്ന ഫോഴ്സ് 120 ന്യൂട്ടൺ. അതെങ്ങനെ സർ? 12 ഇൻറ്റു ജി, ജി 10 എടുത്തോളൂ, എം ജി അല്ലേ ഫോഴ്സ് എന്ന് പറയണത്. സോ 12 ഇൻറ്റു 10 120 ന്യൂട്ടൺ. ഓക്കെ, 5ഉം 3ഉം 8 കിലോ ഇവിടെ ഉണ്ട്, സ്വാഭാവികമായിട്ടും 80 ന്യൂട്ടൺ. ഇനി ഈ ഒരു സ്പേസ് സെലക്ട് ചെയ്തോളൂ, ഈ ഒരു പോയിന്റ്. ഇത് കാരണം 120 ന്യൂട്ടൺ താഴേക്ക്, ഈ 80 ന്യൂട്ടൺ ഇവിടെ എത്തുമ്പോൾ അത് മുകളിലേക്കാണ്. ഓക്കെ, സോ വാട്ട് ഈസ് നെറ്റ് ഫോഴ്സ്? 120 മൈനസ് 80, ആൻസർ ഈസ് 40 ന്യൂട്ടൺ. വാട്ട് ഈസ് ടോട്ടൽ മാസ്? 12 3 15, 15 5 20. ടോട്ടൽ മാസ് ഈസ് 20 കിലോഗ്രാം. Okay, so what is the acceleration? Very simple, 40 by 20. Net force by net mass. Answer is 2 meter per second square. ഈ പറഞ്ഞത് വരെ ഒരു സംശയമില്ലല്ലോ. ഒരു പുള്ളിയുടെ മുകളിൽ നമ്മൾ 3 മാസുകൾ കെട്ടിത്തൂക്കാണ്. ഈ 3 മാസ് കെട്ടിത്തൂക്കുമ്പോൾ ടി എത്രയാ, T1 എത്രയാ, എ എത്രയാ, ടി ഡാഷ് എത്രയാ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എല്ലാതും കൂടി ഒന്നും ചോദിക്കില്ല, പക്ഷെ ഏത് ചോദിച്ചാലും കാണാൻ നമുക്ക് എല്ലാതും അറിയണം. ഓക്കെ, ഇനി ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു വിചാരിച്ചോളൂ. 5 കിലോ, 5 കിലോൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഈ 5 കിലോനെ താഴേക്ക് വലിക്കണ ഫോഴ്സ് 5G എന്ന് പറഞ്ഞാൽ 50 ന്യൂട്ടൺ അല്ലേ. മുകളിലേക്ക് വലിക്കണത് T1. ഓക്കെ, 50 ന്യൂട്ടൺ താഴേക്ക്, T1 മുകളിലേക്ക്. സംശയമില്ലല്ലോ. 50 ന്യൂട്ടൺ താഴേക്ക്, T1 മുകളിലേക്ക്. സോ T1 മൈനസ് 50 ഈക്വൽ ടു MA, 5 ഇൻറ്റു 2. അത് എവിടുന്നാ കിട്ടിയേ? ഫോഴ്സ് ഈസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് 5 കിലോഗ്രാം, ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ T1 മൈനസ് 50 ഈക്വൽ ടു 10. T1 ഈക്വൽ ടു ഈ 50 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 60 ന്യൂട്ടൺ. T1ൻ്റെ വാല്യൂ കിട്ടിയില്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, സോ സിമ്പിൾ. ഇനി ടീൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഈ രണ്ടും കൂടെ ഉള്ള ഒറ്റ സിസ്റ്റാണ് ടി താങ്ങി നിർത്തണത്. സോ 8 കിലോഗ്രാം. 8 കിലോഗ്രാം എന്ന് പറയുമ്പോൾ താഴേക്ക് 80 ന്യൂട്ടൺ, മുകളിലേക്ക് ടി. ഓക്കെ, അപ്പം എന്താ ഇക്വേഷൻ വരിക? ടി മൈനസ് 80 ഈക്വൽ ടു 8 ഇൻറ്റു ആക്സിലറേഷൻ. സോ ടി ഈക്വൽ ടു 80 പ്ലസ് 16 എന്ന് പറഞ്ഞാൽ 96 ന്യൂട്ടൺ. ഇനി ഒരു കുട്ടിക്ക് ഇവിടുന്ന് ടി കാണാൻ താല്പര്യമില്ല, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ടി കാണാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അയാൾ എങ്ങനെ ചെയ്യാന്ന് ആലോചിച്ച് നോക്കിയേ. 120 ന്യൂട്ടൺ താഴേക്ക്, 12 കിലോഗ്രാം. സോ 120 ന്യൂട്ടൺ താഴേക്ക്, ടി മുകളിലേക്ക്. സോ 120 മൈനസ് ടി ഈക്വൽ ടു 12 ഇൻറ്റു 2. So T equal to 120 minus 24. Answer is 96 Newton. Then അല്ലേ എവിടെയും കിട്ടിയേ? ഏത് ഭാഗത്ത് നിന്ന് എടുത്താലും ആൻസർ സെയിം വരണമെന്ന് നിർബന്ധമല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ പറഞ്ഞേ. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് ടി ഡാഷ്? ടി ഡാഷ് എന്ന് പറയുമ്പോൾ ഈ ടിയും ഇതിൻ്റെ മുകളിലുണ്ട്. സ്വാഭാവികമായിട്ടും 96 ഇൻറ്റു 2. ആൻസർ ഈസ് 192 ന്യൂട്ടൺ. 96 ഇൻറ്റു 2, ആൻസർ ഈസ് 192 ന്യൂട്ടൺ. പറഞ്ഞ ലോജിക് വ്യക്തമായിട്ട് മനസ്സിലായോ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി കുറേ മാസുകൾ കെട്ടിത്തൂക്കിയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ പിന്നെ കുറേ മാസമുള്ള ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതേ സ്റ്റൈലിലാണ് ബാക്കി ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്ത് പോവാം. ഇവിടെ 3 മാസുകൾ കെട്ടിത്തൂക്കിയിട്ടുണ്ട്, ഇവിടെ 4 മാസുകൾ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. സോ ഈ മാസുകൾ 2 കിലോ, 5 കിലോ, 9 കിലോ. ഓക്കെ,
ഇവിടെ 4 കിലോ 3 കിലോ 10 കിലോ 7 കിലോ കണക്ക് കൂട്ടാൻ സൗകര്യമുള്ള കുറച്ച് നമ്പറുകൾ ഞാൻ അവിടെ പ്ലേസ് ചെയ്തു എന്ന് മാത്രം. ഇനി നോക്കിയാൽ തന്നെ അറിയാം 9 2 11 5 16. സോ ഇങ്ങോട്ട് വരുന്ന ഫോഴ്സ് 160 ന്യൂട്ടൺ, ഇതിൻ്റെ ഫോഴ്സ് 240 ന്യൂട്ടൺ. ഇനി നമ്മൾ പേര് കൊടുക്കുക. ഇത് T1, ഇത് T2, ഇത് T, ഇതും T, then T3, T4, T5. ഓക്കെ, പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഈസ് നെറ്റ് ഫോഴ്സ് ബൈ നെറ്റ് മാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു പുള്ളി സിസ്റ്റത്തിൽ ഓക്കെ ഈ ഫോഴ്സ് കുറച്ചതായിരിക്കും ടോട്ടൽ ഫോഴ്സ്, നോട്ട് ഡൗട്ട് അറ്റ് ഓൾ. സോ 240 മൈനസ് 160 എന്ന് പറഞ്ഞാൽ 80 ന്യൂട്ടൺ ബൈ 24 16 40. Again, acceleration is 2 meter per second square. Okay, acceleration വരുന്നത് 2 meter per second square ആണ്. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഇനി വളരെ സിമ്പിൾ അല്ലേ? ഒന്നാമത്തതിൻ്റെ എന്ത് ചെയ്യുക, ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ ഈ T1 എന്നുള്ള കേസ് നോക്കുമ്പോൾ 2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ താഴേക്ക് വരുന്ന ഫോഴ്സ് 20 ന്യൂട്ടൺ, മുകളിലേക്ക് T1. സോ T1 മൈനസ് 20 ഈക്വൽ ടു 2 × 2 4. T1ൻ്റെ വാല്യൂ കിട്ടും 24 ന്യൂട്ടൺ. ഇനി T2 എന്നുള്ള സ്ട്രിങ്ങിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 5 2 7 കിലോ ഈ T2ലാണ്. സോ 7 കിലോഗ്രാം, താഴേക്ക് വരുന്ന ഫോഴ്സ് 17 ന്യൂട്ടൺ, മുകളിലേക്ക് വരുന്ന ഫോഴ്സ് T2. എന്താ കാട്ടിക്കൂട്ടണ മനസ്സിലായില്ലേ? ഈ രണ്ടും കൂടെ ഒരു മാസമായിട്ട് ട്രീറ്റ് ചെയ്യാം. T2 എന്ന് പറഞ്ഞ സ്ട്രിങ് താങ്ങി നിൽക്കുന്നത് 7 കിലോനാണ്. സോ 7 കിലോ താഴേക്ക് mg 7 × 10 17 ന്യൂട്ടൺ, മുകളിലേക്ക് T2. സോ T2 മൈനസ് 70 ഈക്വൽ ടു 7 × 2 14. ആക്സിലറേഷൻ 2 അല്ലേ? സോ T2 ഈസ് ഈക്വൽ ടു 84 ന്യൂട്ടൺ. ഇനി T എന്നുള്ളത് ഇവിടുന്ന് കാണണമെന്നുണ്ടെങ്കിൽ 9 5 14 2 16 കിലോ. 16 കിലോ എന്ന് പറയുമ്പോൾ താഴേക്ക് 160 ന്യൂട്ടൺ, മുകളിലേക്ക് T. ഓക്കെ, അപ്പോൾ എന്താ ഇക്വേഷൻ വരിക? T മൈനസ് 160 ഈക്വൽ ടു 16 × 2 32. T ഈക്വൽ ടു 192 ന്യൂട്ടൺ. ഈ സൈഡത്തെ എല്ലാം ആയില്ലേ? ഇനി അപ്പുറത്തെ സൈഡിൽ T3 ആണ് കണ്ടുപിടിക്കണമെങ്കിൽ 4 കിലോഗ്രാം. സോ 4 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ താഴേക്ക് 40, മുകളിലേക്ക് T3. 40 മൈനസ് T3 ഇസ് ഈക്വൽ ടു 4 × 2 8. T3 റൈറ്റിൽ കൊണ്ടുപോവുക, 8 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ T3 ഈക്വൽ ടു 32 ന്യൂട്ടൺ. അതിൻ്റെ വ്യത്യാസം മനസ്സിലായില്ലേ? ഈ സൈഡ് മുകളിലേക്കാണ് പോണത്, T1 മൈനസ് mg ഈക്വൽ ടു ma. ഈ സൈഡ് താഴേക്കാണ് പോണത്, mg മൈനസ് T ഈക്വൽ ടു ma. ഇനി T4 എന്നുള്ള സ്ട്രിങ് ആണ് നമ്മൾ കാണണമെങ്കിൽ അഗെയിൻ 7 കിലോഗ്രാം ആണ് അവിടെ ഉള്ളത്. ഓക്കെ, സോ 7 കിലോഗ്രാം താഴേക്ക് 70, മുകളിലേക്ക് T4. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ വരിക? 70 മൈനസ് T4 ഇസ് ഈക്വൽ ടു 7 × 2 14. സോ T4 ഇസ് ഈക്വൽ ടു 70 മൈനസ് 14 ഈക്വൽ ടു 56 ന്യൂട്ടൺ. ഇനി T5 ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ സ്ട്രിങ് താങ്ങി നിർത്താൻ എത്ര മാസിനെയാണ്? 10 3 13 4 17 കിലോ. സോ 17 കിലോഗ്രാം എന്ന് പറയുമ്പോൾ താഴേക്ക് 170 ന്യൂട്ടൺ, മുകളിലേക്ക് T5. ഓക്കെ, സോ 170 മൈനസ് T5 ഇസ് ഈക്വൽ ടു 34. T5 is equal to 170 minus 34. Answer is 136 Newton. T നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും T പിന്നെയും കണ്ടുപിടിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, പിന്നെ വരുന്നത് T ഡാഷ് ആണ്. ഓക്കെ, ഇവിടുത്തെ ടെൻഷൻ T ഡാഷ്.
ടി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2t മീൻസ് ടി ഡാഷ് ഈസ് ഈക്വൽ ടു 192 ഇൻറ്റു 2 384 ന്യൂട്ടൺ. ഇനി ഈ സിസ്റ്റത്തിൻ്റെ മുകളിൽ 4, 5, 6, 8 മാസുകൾ കെട്ടിത്തൂക്കിയാലും ഇതേപോലെ ചെയ്തൂടെ? അതിൻ്റെ ഐഡിയ ഒരിക്കൽ കൂടെ പറയാം. ഈ സൈഡ് മുകളിലേക്ക് പോവാണ്. സോ ടി മൈനസ് എം ജി ഈക്വൽ ടു എം എ. ഈ സൈഡ് താഴേക്ക് പോവാണ്. സോ എം ജി മൈനസ് ടി ഇസ് ഈക്വൽ ടു എം എ. ഓക്കെ, ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ T1 ആണ് കട്ട് ചെയ്താൽ എത്ര മാസ് താഴേക്ക് വീഴുമോ അത് മാത്രം എടുക്കുക. സോ 2 കിലോഗ്രാം. ഓക്കെ, 2 കിലോഗ്രാം മീൻസ് 20 താഴേക്ക്, T1 മുകളിലേക്ക്. 20 T1 മൈനസ് 20 ഈക്വൽ ടു എം എ. 2 ഇൻറ്റു 2 4. അത് നമുക്ക് T1 കിട്ടും. T2ൻ്റെ കേസാണ് കാണണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ആണ് കട്ട് ചെയ്യുക. ഇവിടെ കട്ട് ചെയ്താൽ എത്ര മാസ താഴേക്ക് വീഴുക? 5 2 7 കിലോ. 7 കിലോ താഴേക്ക് വീഴും. സോ 7 കിലോഗ്രാം ആണ് അതിൻ്റെ പോയിന്റ് മാസ്. സോ താഴേക്ക് വരുന്ന 470, മുകളിലേക്ക് T2. ഓക്കെ, അപ്പോൾ T2 മൈനസ് 70 ഈക്വൽ ടു 14, T2 ഈക്വൽ ടു 84 ന്യൂട്ടൺ. ലോജിക് ക്ലിയർ ആയില്ലേ? T2 ഈക്വൽ ടു 84 ന്യൂട്ടൺ. ഇനി T കണ്ടുപിടിക്കണ സമയത്ത് ഇവിടുന്നാണ് നമ്മൾ കട്ട് ചെയ്തെങ്കിൽ 9 5 14 2 16 കിലോ താഴേക്ക് വീഴും. സോ 16 കിലോ എന്ന് പറയുമ്പോൾ 160, T മുകളിലേക്ക്. സോ T മൈനസ് 160 ഈക്വൽ ടു 32. വി വിൽ ഗെറ്റ് ദി ആൻസർ T ഈക്വൽ ടു 192 ന്യൂട്ടൺ. ഓക്കെ, ഇനി ഇതൊക്കെ മുകളിലേക്കാണ് പോണതെങ്കിൽ ഈ സൈഡ് മുഴുവൻ പോണത് താഴേക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിലാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ ഇത് കട്ട് ചെയ്യുമ്പോൾ 4 മാത്രം താഴേക്ക് വീഴും. 4 കിലോഗ്രാം 40 T3. ഇത് താഴേക്കാണ് പോരുന്നത്. സോ 40 മൈനസ് T3 ഇസ് ഈക്വൽ ടു 8. ഓക്കെ, ഇനി T3 എന്ന് പറഞ്ഞാൽ 32 ന്യൂട്ടൺ. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇതിൻ്റെ കേസ് കാണുമ്പോൾ ഇത് കട്ട് ചെയ്താൽ ഈ 7 കിലോ താഴേക്കാണ് വീഴുക. 7 കിലോ താഴേക്ക് വീണു എന്ന് പറഞ്ഞാൽ 7 കിലോഗ്രാം. ഓക്കെ, ദെൻ 70 T4. അപ്പം നമുക്ക് T4ൻ്റെ ആൻസർ കിട്ടും. ഈ കേസാണ് നമ്മൾ എടുക്കണമെങ്കിൽ ഇത് കട്ട് ചെയ്യുമ്പോൾ 17 കിലോ താഴേക്ക് വീഴും. അതിൻ്റെ കേസ് എടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇനി ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഇവിടുന്നും T കാണാം. ഇതാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 24 കിലോ ആണ് താഴേക്ക് വീഴുക. സോ 240 മൈനസ് T ഈക്വൽ ടു 48. ഓക്കെ, അതിൽ നിന്ന് ഇതേ ആൻസറിനെ കിട്ടും. 192 എന്നുള്ള ആൻസർ തന്നെ എന്ത് ചെയ്യും? അവിടെ കിട്ടിക്കോളും. ഐഡിയ ക്ലിയർ ആണോ? ഈ പറഞ്ഞ ക്വസ്റ്റ്യനിലും പ്രശ്നമൊന്നുമില്ലല്ലോ. സോ കുറേ മാസ് കണക്ട് ചെയ്താൽ എന്ത് ചെയ്യും എന്നുള്ളതിൻ്റെ ആൻസറും കിട്ടിയില്ലേ?